ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാശിയുടെ സ്കൂളിൽ ആർട്ട് ഫെസ്റ്റ് നടക്കുവാണേ. 12-ാം തീയതിയാണ്. അപ്പോൾ 16-ാം തീയതി ആണെന്ന് പറഞ്ഞാണ് ഞാൻ ഇരുന്നത്. പെട്ടെന്നാണ് മെസ്സേജ് വന്നത് 12-ാം തീയതി ഫെസ്റ്റിവൽ നടത്തുന്നുള്ളത്. അപ്പം കാശിയെ നമ്മൾ ഫാൻസി ഡ്രസ്സിനും കളറിങ് കോമ്പറ്റീഷനുമാണ് ചേർത്തിട്ടുള്ളത്. കളറിങ് കോമ്പറ്റീഷൻ വേറൊരു ദിവസമാണ്. അപ്പോൾ ഫാൻസി ഡ്രസ്സിനുള്ള നമുക്ക് ഒരു ഗ്രീൻ ഡ്രസ്സ് വേണമായിരുന്നു. അങ്ങനെ ആ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. തലേദിവസമാണ് പോകുന്നത്. ഞാനപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളും ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഞായറാഴ്ച ശനിയാഴ്ച അറിഞ്ഞു. ഞായറാഴ്ച ദിവസം ഞാൻ പോയി അയ്യപ്പ ബാംഗിൾസിൽ നിന്ന് അവന് ഈ ഫാൻസി ഡ്രസ്സിനുള്ള ഐറ്റംസ് എല്ലാം ഞാൻ വാങ്ങിച്ച് എല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നേ. ആ വീഡിയോ പുറകെ വരുന്നതായിരിക്കും. അപ്പം ഇതിനെല്ലാം ഞാനെല്ലാം വാങ്ങിച്ചെങ്കിലും ഡ്രസ്സിൻ്റെ കാര്യം ഞാനങ്ങ് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സ് വാങ്ങിക്കാൻ പോയി. ഞാൻ ഫുൾ കൈ ഒരു ടീഷർട്ടാണ് ഉദ്ദേശിച്ച് പോയത്. അപ്പോൾ 9 വയസ്സ് തൊട്ടേ ഫുൾ കൈ ടീഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ടീഷർട്ട് എടുത്ത് നോക്കിയപ്പോൾ കാശിയെ കാണുന്നില്ല. ഒന്ന് വെച്ച് നോക്കി വേണമല്ലോ എടുക്കാൻ. അങ്ങനെ പിന്നെ തപ്പി നടന്നുകൊണ്ടേ അവൻ എവിടെ ചെന്നാലും അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് അവനെ കണ്ടതുമില്ല. പിന്നെ അവനെ കണ്ട് ടീഷർട്ടൊക്കെ എടുത്ത് ഒരു ഫുൾ കൈ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു സാധാ ഒരു ടീഷർട്ട് എടുത്തു. അപ്പം എന്തോ ഓഫർ ഉള്ളത് കൊണ്ട് 3 എടുക്കുമ്പം 150 രൂപ എന്തോ കുറയുമെന്നൊക്കെ അവർ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഒരേ വിലയിലുള്ള 3 ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ശ്രീമോനും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ അച്ഛനും മോനും കൂടി എടുക്കുന്ന വീഡിയോ ഞാനിത് എഡിറ്റ് ചെയ്യാൻ സമയമായപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. ഇവരെ കുറച്ച് സമയത്തൊക്കെ കാണുന്നില്ലായിരുന്നു. എങ്കിലും അവർ വീഡിയോ എടുക്കുമെന്ന് ഞാൻ ഒട്ടും ഓർത്തില്ലായിരുന്നേ. അങ്ങനെ പിന്നെ എനിക്ക് കുറേ ഡ്രസ്സൊക്കെ നോക്കിയതേ ഉള്ളൂ, വാങ്ങിച്ചില്ല കേട്ടോ. ആ പാൻറ്റ് എടുത്ത് വെച്ച് ഞാൻ ഏട്ടനോട് പറഞ്ഞു എനിക്ക് ഓണത്തിന് അങ്ങനെ ഒരു പാൻറ്റ് വാങ്ങിച്ചു തരണേന്ന്. അങ്ങനെ എനിക്ക് ഡ്രസ്സൊന്നും എടുത്തില്ല. ശ്രീമോനും കാശിക്കും ടീഷർട്ട് എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ കുറേ ഡ്രസ്സൊക്കെ നോക്കി. ഞാൻ നോക്കിയതേ ഉള്ളൂ, എനിക്കൊന്നും വാങ്ങിച്ചില്ല. അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് പോകാമെന്ന് വിചാരിച്ചേ. അപ്പം ഞാൻ താഴെ പോയിട്ട് അവിടെയും കുറച്ച് കോട്ട് സെറ്റും കുറച്ച് ടോപ്പും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചില സമയത്ത് വരുമ്പോൾ നല്ല സെലക്ഷൻ കാണും, ചിലപ്പോൾ വരുമ്പോൾ ഒന്നും കാണത്തതുമില്ല. പിന്നെ ഈ ബാഗൊക്കെ എനിക്ക് വലിയ ബാഗുകളോട് ഭയങ്കര താല്പര്യമാണ്. ഞാൻ അങ്ങനെ നോക്കിയതാണ്, വാങ്ങിച്ചില്ല. റേറ്റ് പോലും ഞാൻ നോക്കിയില്ല. അപ്പോഴത്തേക്ക് ഏട്ടൻ പറഞ്ഞു ഒരുപാട് ലേറ്റായി, നമുക്കങ്ങ് ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഏട്ടൻ ബില്ലടിക്കാൻ നിന്നു. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി കേട്ടോ. ഏട്ടൻ ബില്ലടിക്കാൻ നിന്നപ്പോൾ ബില്ലടിക്കുന്നിടത്ത് എന്തോ പ്രശ്നം. അങ്ങനെ ബില്ലായിട്ട് കിട്ടിയില്ല നമുക്ക്. നമ്മൾ പിന്നെ സാധനമായിട്ട് നമ്മളിങ്ങ് പോകുന്നു. അങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. നമ്മൾ ആർട്ട് ഫെസ്റ്റിന് പോവാണ്. അപ്പോൾ ഇതാണ് അവൻ ചെയ്യുന്നത്. ഒരു ട്രീ ആണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ട്രീ ആണത്. ഞാൻ ഞായറാഴ്ചയാണ് ഇത് ചെയ്യുന്നത്. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് മുണ്ടക്കലൊക്കെ പോയിട്ട് വന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഞാനിത് ഈ പരിപാടിക്ക് തുടങ്ങിയത് പോലും. ശ്രീമോനെ ഉറക്കി കിടത്തി കാശി ട്യൂഷനും വിട്ടിട്ടാണ് ഞാനിതെല്ലാം ചെയ്തത് കേട്ടോ. അങ്ങനെ അതെല്ലാം അതിൻ്റേതായ അപാകതകളും ഉണ്ട് അതിൻ്റെ അകത്തിൽ. നമുക്ക് എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തതാണ്. ഈ വീഡിയോ എടുക്കുന്നതിൽ എന്തോ ഒരു കളർ വ്യത്യാസമുണ്ട്. ഏട്ടനാണ് എടുത്തത്. എന്തോ പറ്റിയെന്ന് എനിക്കറിയാൻ വയ്യ. ഇത് കണ്ടപ്പോഴാണ് കാണുന്നത്. ഇതിനി എന്തോ പ്രശ്നമാവുമെന്നും എനിക്കറിയത്തില്ല. ഒരു ക്ലാരിറ്റി കുറവുണ്ട്. എന്തോ ഒരു എഫക്റ്റായി കിടക്കുവാണ് ഇതിൻ്റെ അകത്തിൽ. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചത് എന്താണ്, കാശിയെ ഒരു സ്റ്റേജിൽ കയറ്റണം, അവൻ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം, അത്രയും ഞാൻ വിചാരിച്ചുള്ളൂ. അല്ലാതെ ഫസ്റ്റ് കിട്ടണം സെക്കൻഡ് കിട്ടണമെന്നൊന്നുമില്ല. അവന് നല്ല പേടിയാണ് കേട്ടോ സ്റ്റേജിൽ കയറുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. അപ്പം അവൻ്റെ ആ പേടിയൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രോഗ്രാമിൽ അങ്ങ് പങ്കെടുപ്പിച്ചെന്നേ ഉള്ളൂ. പക്ഷെ നമ്മളിവിടെ വന്നപ്പോഴാണ് ഒരുപാട് വെറൈറ്റി കാര്യങ്ങൾ ഓരോരുത്തരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പോലും നമുക്കറിയത്തില്ലായിരുന്നു. അവർ പറഞ്ഞിരുന്നത് നാച്ചുറൽ തീമായിരുന്നു നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മളവിടെ വന്നപ്പോഴത്തേക്ക് ഓരോ കുട്ടികൾ ഓരോന്നെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മാത്രമല്ല 4th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളുണ്ടായിരുന്നു ആർട്ട് ഫെസ്റ്റിന്. അപ്പോൾ പ്രിൻസിപ്പളൊക്കെ വന്നു. അവർ പ്രസംഗമൊക്കെ കഴിഞ്ഞു, പ്രസംഗമല്ല പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അവർ വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ ഒരു പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോയി അവൻ്റെ ചെസ് നമ്പരൊക്കെ വാങ്ങിച്ചു, അതൊക്കെ കുത്തി കൊടുത്തു. അങ്ങനെ വന്ന് കുട്ടികളെ എല്ലാം നേരെ നിർത്തി. അത് നമ്മുടെ ദക്ഷിണയാണ് കേട്ടോ. എനിക്ക് അവളാന്ന് മനസ്സിലായില്ലായിരുന്നു. അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് അവളാന്ന് മനസ്സിലായത്. യൂണിഫോമിലല്ല നമ്മൾ കുട്ടികളെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ പിന്നെ ഓരോരുത്തരും കയറി. അപ്പോൾ ഞാൻ വേറെ എല്ലാവരുടെയും വീഡിയോ എടുത്തു കേട്ടോ. എത്രയൊക്കെ ക്രിയേറ്റിവിറ്റി ആയിട്ടാണ് ഓരോരുത്തർ ചെയ്തിട്ടുള്ളതെന്ന് കണ്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളെല്ലാം അതായ രീതിയിൽ നിൽക്കുകയൊക്കെ ചെയ്ത്. അത് ദക്ഷിണയാണ്. അടുത്തത് കാശിയാണ് വരുന്നത്. കാശിക്ക് അങ്ങ് പേടിയായിരുന്നു. കാശിയെ വിറയ്ക്കുമായിരുന്നു. അവൻ്റെ ക്ലാസ് മിസ്സാണ് കൂടെ നിൽക്കുന്നത്. അങ്ങനെ കാശി വന്ന് കുറച്ച് നിന്നു. അല്ലാതെ കാശി ഒന്നും ചെയ്തില്ല. അത് നമ്മൾ പറഞ്ഞത് നമ്മൾ പോയിട്ട് തിരിച്ചിങ്ങ് ഇറങ്ങി പോരണമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവിടെ നിന്നിട്ട് നേരെ മിസ്സിൻ്റെ അടുത്ത് പോയി സൈഡിൽ നിൽക്കണമെന്ന്. എല്ലാ കുട്ടികളെയും കൂടെ ഒരുമിച്ച് നിർത്തി അവർക്ക് ഫോട്ടോ എടുക്കാനും ഒരുമിച്ച് അവരെ ഇറക്കാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. എല്ലാ കുട്ടികൾക്കും പേടിയുണ്ട്. അവരോട് പറഞ്ഞു വിട്ട കാര്യങ്ങളൊന്നും അവർ സ്റ്റേജിൽ കയറുമ്പോൾ ചെയ്യത്തില്ല. ഇപ്പം നമ്മളായാലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. നമ്മളും ഒത്തിരി സ്റ്റേജിലൊന്നും കയറിയിട്ടുള്ളതോ സ്റ്റേജിൽ കയറുമ്പോൾ ഒരു വിറയലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികളെ സമ്മതിച്ചു കൊടുക്കണം. അവർ ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ എത്ര ദിവസം പാടുപെട്ടായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുള്ളത്.
അങ്ങനെ ഇത് കാശിയുടെ ഫ്രണ്ടാണ് കേട്ടോ ഇപ്പോൾ വന്നത്. പേര് എന്ത് മോനെ പേര് ആഗിൽ, അങ്ങനെയാണ് കേട്ടോ ആ മോൻ്റെ പേര്. ആ കുട്ടിയുടെ അമ്മയായിട്ട് മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. അവരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ സംസാരിച്ചു, ഒരുപാട് നേരം സംസാരിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ കണ്ട്, അങ്ങനെ കുട്ടികളെ എല്ലാവരെയും അവർ നിരത്തി നിർത്തി അവർക്ക് ഫോട്ടോ എടുക്കണമായിരുന്നു. നമ്മൾ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എത്രയോ ദിവസം കൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്ത് തീർത്തത്. എല്ലാം കുട്ടികളുടെ ഒരു സന്തോഷം, അതിന് വേണ്ടിയിട്ടല്ലേ പേരൻസ് ഇങ്ങനെയെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മളിങ്ങ് തിരിച്ചിറങ്ങുമായിരുന്നേ. അപ്പം ചെറുതായിട്ട് മഴച്ചാറ്റിലുണ്ടായിരുന്നു. അപ്പോൾ കേശു ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നോക്കി, എങ്കിലും കേശുവിനെ കണ്ടില്ല. ഇൻ്റർവെൽ ടൈം ആയിരുന്നു, പക്ഷേ കേശുവിനെ കണ്ടില്ലായിരുന്നു. മഴ ചാറിയതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു ഓടിപ്പോയി അങ്ങ് വണ്ടി കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ വണ്ടി കയറി, അങ്ങനെ നമ്മൾ തിരിച്ചിങ്ങ് വീട്ടിലോട്ടിങ്ങ് പോകുന്നു കേട്ടോ. ഇനിയും കാശിക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്